ഡോക്ടർ, ഇന്നത്തെ വിഷയം തന്നെ അത്രയും പ്രാധാന്യം നിറഞ്ഞൊരു വിഷയമാണ്. പലപ്പോഴും ഈ വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ എന്നത് നമ്മളിപ്പോൾ വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണല്ലോ. അപ്പോൾ എന്താണ് ഈ വിഷാദ രോഗം അല്ലെങ്കിൽ ഈ ഡിപ്രഷൻ എന്ന അവസ്ഥ? ഇത് കൂടി വരുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ, അതോ ഇപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയത് കൊണ്ടാണോ? വിഷാദം എന്ന് പറയുന്നത്, വിഷാദ രോഗം എന്ന് പറയുന്നത് ഒരു തീവ്രമായ, വളരെ സാധാരണയായി കാണപ്പെട്ടു വരുന്ന ഒരു മാനസിക രോഗമാണ്. ശരിക്കും പറഞ്ഞാൽ വിഷാദം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വിഷാദം ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊരു വികാരം മാത്രമാണ്. പക്ഷേ വിഷാദ രോഗം എന്ന് പറയുന്നത് ഈ വികാരത്തിനപ്പുറത്ത് പ്രതിസന്ധികളൊന്നും ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. അതിന് ഈ വിഷാദം എന്ന വികാരത്തിന് പുറമേ നമ്മുടെ എല്ലാ താല്പര്യങ്ങളും ഇല്ലാതാകുന്നു, നമ്മുടെ ജീവിതത്തോട് തന്നെ ഒരു വിരക്തി തോന്നുന്നു, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ദുഷ്കരമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നു, മരണമാണ് വഴി എന്നുള്ള ഒരു തോന്നൽ വരെ അതെത്തിക്കാം. ഉറക്കം കുറയുന്നു, വിശപ്പ് കുറയുന്നു, നമുക്ക് സന്തോഷം തരുന്ന എല്ലാത്തിൽ നിന്നും രോഗി പിന്തിരിയുന്നു. ഇത്തരത്തിലുള്ള വളരെ സങ്കീർണമായ ഒരു മാനസികാവസ്ഥയാണ് വിഷാദരോഗം കൊണ്ടുണ്ടാകുന്നത്. അത് സാധാരണ വിഷാദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നേരത്തെ ചോദിച്ചതുപോലെ വിഷാദരോഗം അങ്ങനെ കൂടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം കണക്കുകളൊക്കെ കാണിക്കുന്നത് ഒരു സമയത്ത് 3% ആൾക്കാർക്ക്, 3 മുതൽ 4% ആൾക്കാർക്ക് വിഷാദരോഗമുണ്ടെന്നാണ്. എന്നാൽ ഏകദേശം ഒരു 12% പേരെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിഷാദരോഗം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് സർവേകൾ കാണിക്കുന്നത്. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സന്ദർഭം, ഉദാഹരണത്തിന് ഒരു ക്ഷാമം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക പിന്നോക്കാവസ്ഥ, മൊത്തത്തിൽ സമൂഹത്തിൻ്റെ അങ്ങനെയുള്ള സമയങ്ങളിൽ വിഷാദത്തിൻ്റെ അളവ് സ്വല്പമൊന്ന് കൂടാം. പക്ഷേ ഏറെക്കുറെ അത് സ്ഥായിയായി വർഷങ്ങളോളം സ്ഥായിയായി ഈ ഒരു സംഖ്യ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഡോക്ടർ, ഞാനിപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു മറുപടിയിൽ നിന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ചൊരു കാരണമില്ലാതെയും ചിലപ്പോൾ ഈ വിഷാദ അവസ്ഥ വന്നേക്കാം. പലപ്പോഴും തീർത്തും വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ മാനസിക ആരോഗ്യത്തെപ്പറ്റി നമ്മളിപ്പോൾ വളരെ കൂടുതൽ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ, പലപ്പോഴും ഈ ഡിപ്രഷൻ ഉള്ള ആളുകളിലേക്ക് നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അത്തരത്തിൽ കാരണങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഡിപ്രഷൻ വരുന്നത്? അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ വിഷാദ രോഗാവസ്ഥയിലേക്ക് ഒരാൾ നീങ്ങുന്നത് ഡോക്ടർ? ശരിക്കും പറഞ്ഞാൽ വിഷാദ രോഗം മറ്റ് ശാരീരിക രോഗങ്ങൾ പോലെ തന്നെ, ഉദാഹരണത്തിന് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രഷർ, ഇങ്ങനെയുള്ള രോഗങ്ങൾ പോലെ തന്നെ ഉണ്ടാകുന്ന ഒരു രോഗമെന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം പ്രധാനമായും അതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജനിതക കാരണങ്ങളാണ്. മറ്റസുഖങ്ങളെപ്പോലെ തന്നെ, മറ്റ് ശാരീരിക രോഗങ്ങൾ പോലെ തന്നെ ഈ ജനിതക ആയിട്ടുള്ള ഘടകങ്ങൾക്ക് പുറമേ ചുറ്റുമുള്ള നമ്മുടെ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും, കുട്ടിക്കാലത്തുണ്ടാകുന്ന അവസ്ഥകളും, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രതികൂലാവസ്ഥകളും എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു രോഗമായി വിഷാദത്തെ കാണേണ്ടി വരും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ നമ്മുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ശൈശവാവസ്ഥ, അത് കഴിഞ്ഞ് നമ്മുടെ അഡൽട്ട്ഹുഡ്, അത് കഴിഞ്ഞ് വാർദ്ധക്യം, സ്ത്രീകളിലാണെങ്കിൽ അവരുടെ ആർത്തവം തുടങ്ങുന്നത് അല്ലെങ്കിൽ ആർത്തവ വിരാമം ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള ബയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ഘട്ടങ്ങളും ഒരു പരിധിവരെ, അതിൻ്റെ ഹോർമോണൽ ബാലൻസും ഒരു പരിധിവരെ ഡിപ്രഷനെ അല്ലെങ്കിൽ വിഷാദ രോഗത്തിന് കാരണമായി, അല്ലെങ്കിൽ അതിനെ കൂട്ടുന്നതിനോ അല്ലെങ്കിൽ അതിനെ ഒരു സമയത്ത് ഉണ്ടാക്കുന്നതിനോ ഇത്തരത്തിലുള്ള ഘടകങ്ങളും പ്രേരകമാണ്. ഇങ്ങനെ ജനിതക ഘടകങ്ങൾ, കുട്ടിക്കാലത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ ഉണ്ടാകുന്ന പ്രതികൂലാവസ്ഥകൾ, ഹോർമോണൽ ബാലൻസ് ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ, ഇങ്ങനെയുള്ള പലതരം, പിന്നെ ചുറ്റുമുള്ള നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് ഒരു വിഷാദ രോഗത്തിലോട്ട് ലീഡ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനമായ അതിൻ്റെ ഒരു കോറെന്ന് പറയുന്നത് നമ്മുടെ
ഒരു ബയോളജിക്കൽ ചേഞ്ചാണ്. അത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതിന് പലതരം കാരണങ്ങളുണ്ട്. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറോൺസിലുള്ള മാറ്റങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം ഇതിൻ്റെ കോറായിട്ട് പ്രവർത്തിക്കുന്നു.